അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പരിശുദ്ധ ഖുർആനിൽ പേര് ചൊന്ന 25 നബിമാരിൽ നിന്ന് മഹാനായ ആദം നബി അലൈഹിസ്സലാമും ഇദ്രീസ് നബി അലൈഹിസ്സലാമുടെയും നിങ്ങൾ വിവരിച്ചത്. അതിൽ പിന്നെ വന്ന നബി ആയിട്ട് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം. അപ്പൊ അതിനിടയ്ക്ക് ഷീസ് നബി അലൈഹിസ്സലാം ഉണ്ട്. ഷീസ് നബിയുടെ വിഷയം ഞങ്ങൾ ചൊന്നത് ഖുർആനിൽ പേര് ചൊന്നത് 25 നബിമാരിൽ ഇപ്പൊ ഇണ്ട് ഞങ്ങൾ ചൊല്ലുക പോണ്ടത് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം. നൂഹ് നബി അലൈഹിസ്സലാമുക്ക് അബുൽ ബഷർ എന്ന് ചൊല്ലും. ഖുർആന്റെ അബുസാനി അൽ അബുസാനി, അതായത് ആദം നബിക്ക് അബുൽ ബഷർ മനുഷ്യ പിതാവും ചൊല്ല പോലെ നൂഹ് നബി അലൈഹിസ്സലാമുക്ക് രണ്ടാമത്തെ ബാപ്പ എന്നൊരു പേരുണ്ട്. നൂഹ് നബി അലൈഹിസ്സലാം ദീർഘകാലം ദീൻ പ്രബോധനം ചെയ്ത മഹാനായിട്ടിട്ട് ഉലുൽ അസ്മിൽപ്പെട്ട നബിയായിട്ട് ഒരുപാട് അധ്വാനിച്ച നബിയായിട്ട് കഷ്ടം വന്ന നബിയായിട്ട് ആദ്യം കപ്പൽ നിർമ്മിച്ച മഹാനായിട്ട് നൂഹ് നബി അലൈഹിസ്സലാം. അങ്ങനെ നൂഹ് നബി അലൈഹിസ്സലാമുടെ ആദം നബിയുടെ വഫാത്തിൽ പിന്നെ കുറെ കാലം കഴിഞ്ഞിട്ടായിട്ട് നൂഹ് നബി അലൈഹിസ്സലാം ജനിക്കരുത്. 1000 വർഷം എന്നിട്ടായിട്ട് ചരിത്രത്തിൽ കണ്ടേ അല്ല അഭിപ്രായ വ്യത്യാസിക്കും. അപ്പൊ നൂഹ് നബി അലൈഹിസ്സലാമുടെ അള്ളാഹു നബിയും റസൂലുമായി കടത്തിയത് കാഫിരീങ്ങൾക്കായിട്ട്. ഇപ്പൊ ഇതൊക്കെ മുന്നുള്ള ആദം നബി ആദം നബി നബിയും റസൂലായിട്ട് പെഞ്ഞൈ മക്കൾക്ക് കുടുംബത്തിക്ക്. ഷീസ് നബി അലൈഹിസ്സലാം അപ്പം എല്ലാം അങ്ങനെ ഉള്ള ഫാമിലി ഉള്ള. പിന്നെ ഇദ്രീസ് നബി അലൈഹിസ്സലാം അപ്പം ഉള്ളതൊക്കെ ഈ ആദം നബി അലൈഹിസ്സലാമുടെ ലോകത്ത് ആദം നബി അലൈഹിസ്സലാമുടെ സന്തതികളെ അണ്ട് ആദം നബി അലൈഹിസ്സലാമുടെ ദീൻ മുറുകെ പിടിച്ചിരുന്ന് ജീവിച്ചിരുന്ന ആളുമാര്. അപ്പൊ അണ്ടാറുമാരില്ല, മുഷ്രിക്കുകൾ ഇല്ല, കാഫിറുകൾ ഇല്ല. പിന്നെ കാഫിറുകൾ ഉണ്ടാവിടെ അതിൽ പിന്നെ ആയിട്ടിക്കട്. അപ്പൊ അങ്ങനെ നേർമാർഗത്ത് കൊണ്ടുപറകുവാനായി നിയോഗിക്കപ്പെട്ട നബി ആയിട്ടിക്കട് നൂഹ് നബി അലൈഹിസ്സലാം. അപ്പോ നൂഹ് നബിയെ സംബന്ധിച്ചാൽ കാഫിരീങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട ഒന്നാമത്തെ നബി. അപ്പൊ ഈക്ക് മുന്നോറ് വന്ന നബിമാരോ അങ്ങക്ക് മുസ്ലിമീങ്ങൾക്ക് ഇസ്ലാമുള്ള ആൾമാർക്ക് തന്നെ ഏറ്റിക്കട് ദീൻ ചൊന്നു കൊടുത്തത്. അപ്പൊ നൂഹ് നബി അലൈഹി സ്വലാമുടെ അള്ളാഹ് നിയോഗിച്ചത് എപ്പാണ് കേട്ടെങ്കിൽ ആദം നബി അലൈഹി സ്വലാമുടെ മക്കള് ഉദ്ദും ചൊല്ലവർ ആലിന്ത് അല്ലെല്ലാവർക്കും തിരിച്ചപ്പെട്ടാലും നല്ല ആളും നല്ലൊരു മഹാൻ. അയാൾ മരിച്ചപ്പോ ആളുമാർക്ക് എന്തൊക്കെയാണ് അയാളെ കബറ് ചുറ്റുഭാഗത്തിന് ഭയങ്കര ബേജാറല്ല കാട്ടിയത്. ആ സമയത്ത് ഇബ്ലീസ് ഒരു മനുഷ്യരുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടെന്ന് ഭയങ്കര ബേജാറുണ്ടല്ലോ. നീ ഒരു സ്വറാക്ക് പറഞ്ഞു അയാളൊരു രൂപ നിങ്ങക്ക് ഞാൻ ആക്കി തന്നെ. അപ്പൊ അത് കാണുമ്പോഴത്തേക്ക് നീങ്ക എന്താ അയാളെ ഓർമ്മയാവിടും. അയാൾ അള്ളാഹു ഇബാദത്താക്കിയതുപോലെ ഇബാദത്താക്കുക ഓർമ്മയാവിടും, നെനപ്പാവിടും. അപ്പൊ അങ്ങനല്ലാതെ ഇഷ്ടപ്പെട്ടത് അങ്ങനെ ഒരു റൂപ്പാക്കി കൊടുത്ത അങ്ങനെ ഇതിനെ നോക്കിയിട്ട് ആ മനുഷ്യരുടെ ഒരു ഓർമ്മ എനിക്ക്. പിന്നെ ഇബ്ലീസ് അങ്ങനെ ചൊന്നു കൊടുത്തത് ഇതിപ്പോ ഒരു പക്കല്ല വെച്ചില്ലേ, നിങ്ങളെ ഓരോരുത്തർ ഔത്തിൽ വെച്ച് നിങ്ങൾക്ക് നല്ലല്ലേ. അങ്ങനെ ആയിട്ട് എന്താക്കാറ് ഈ രൂപത്തെ ഈ പ്രതിമയുടെ ഓരോ ഔത്തിലാക്കിടാറ്. അപ്പൊ ഈ ഔത്തിലാക്കിയത് ഈ പ്രതിമക്ക് ഇബാദത്തെടുക്കുകയോ പ്രതിമക്ക് പൂജാക്കുകയോ ഒന്നുമല്ല. അതൊരു സ്വാലിയായ മനുഷ്യരുടെ ഒരു രൂപ എന്നായിട്ട്. അപ്പൊ അയാളെ കാണുമ്പോ അയാളൊട്ടുകൾ ആ ഒരു പിരിസം അയാളാക്കിയതുപോലെ ആക്കുകയും ഒരു പ്രോത്സാഹമുണ്ട് അങ്ങനെയുള്ള ഒരു ആവശ്യത്തിന് വേനായിട്ട് അങ്ങനെ ചെയ്തു. അങ്ങനെ തലമുറ കഴിഞ്ഞിട്ട് പിന്നെ പണ്ടേ മക്കളെന്തിന്റെ പേര് ചെറുപ്പം ഇങ്ങനെ ഔത്തിൽ ഇതിനെ വെച്ചിട്ടാകുമ്പോ ഇങ്ങനെ അബ്ബടല്ല ഇതിക്കേ ഇബാദത്തെടുത്ത് ഇതിക്കേ പൂജാക്കില്ല. അപ്പൊ പിന്നെ ആൾമാർ എന്താക്കിയാറ് ഇതിക്ക് പൂജാക്ക സുറയ്ക്ക. അപ്പൊ അതുപോലത്തെ സ്വാലിയായ മനുഷ്യന്മാരെ രൂപങ്ങളെല്ലാം കെത്തി വെച്ചാറ്. ഒരാളെ പേരല്ല ചൊന്നേ, ഇതുപോലെ നസർ ഇങ്ങനത്തെ കുറെ പേരെന്താക്കിയ സ്വാലിയായ നല്ല നല്ല ആളുമാരെ സ്മരണക്ക് വേനായിട്ട് അങ്ങനെ റൂപ്പാക്കി വെച്ചിട്ട് അത് കാലം കഴിഞ്ഞ് കുറെ കാലം അങ്ങനെ മക്കളെ സന്താനത്തിൽ എത്തിട്ടാകുമ്പോ അങ്ങനെ എന്താക്കിയത് ഇതിരമേ പടച്ചോനാണ് എന്ന് ഇതിക്ക് അങ്ങനെ ഇബാദത്തെടുത്ത് ചെന്ന് അതൊക്കെ പൂജാക്ക് സുറയ്ക്കും. അപ്പൊ ആയിട്ട് മഹാനായ നൂഹ് നബി അലൈഹി സ്വലാമിന്റെ അള്ളാഹു നബിയാക്കി കടത്തത്. അപ്പൊ ഇത്രത്തോളം ആളുമാർ ഇസ്ലാമിൽ തൊട്ട് തപ്പിപ്പോയിട്ടാണ് കൂടെ ആയിട്ട് ഇസ്ലാമിടെ തപ്പിക്കൊണ്ടേ.
അപ്പൊ ആയിട്ടിക്കട് അങ്ങനെ നേർമാർഗത്ത് വിളിക്കോബേനായി അള്ളാഹു താല മഹാനായ നൂഹു നബി അലി ഇസ്ലാം എടുക്കടത്ത്. അപ്പൊ നൂഹു നബി അലി ഇസ്ലാം വന്നിട്ടായിട്ടിക്കട് പ്രബോധനാക്കട്. നൂഹു നബി അലി ഇസ്ലാം അതാ ചൊന്നെ കാഫിരിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട ഒന്നാമത്തെ നബിയും റസൂലുമായിട്ടിക്കട്. നല്ല ശാന്ത സ്വഭാവവും സഹനശീലനുമായ നൂഹു നബി അലി ഇസ്ലാം എപ്പോഴും നോമ്പ് പിടിക്കുകയും വിശ്രമമില്ലാണ്ട് 950 വർഷം ദീൻ പ്രബോധനാക്കിയത്. അത്ര ജീവിച്ചിട്ടുണ്ടല്ലോ, അത്ര പ്രബോധനത്തിനാക്കിയത്. വയസ്സതിനായിട്ട് യാറുണ്ട്, 1000 മേലുണ്ട്. എന്നാൽ നൂഹ് നബി അലൈഹി സ്വലാം അത്രല്ല ഇസ്ലാമുക്ക് പിരിച്ച് അധ്വാനിച്ച് അപ്പൊ അതിൽ നിന്നും നൂഹ് നബിക്ക് കിട്ടിയത് കൊറിയ ആൾമാർ മാത്രം. ബാക്കി നിന്നൊക്കെ നൂഹ് നബി അലൈഹി സ്വലാമിനെ നിഷേധിച്ചത്. ആ നിഷേധിക്കലോട് കൂടെ ഇസ്ലാമിനെ തൊട്ട് പുറത്തു പോയില്ലേ. ഒരു നബിനെ നിഷേധിക്കും ഇസ്ലാമിനെ തൊട്ട് പുറത്തു പോയില്ലേ. മാത്രല്ല നൂഹ് നബി അലൈഹി സ്വലാമിന്റെ ചൊന്നാൽ നിന്റെ കല്ലെറിഞ്ഞ് കൊല്ലുവനങ്ങ. നൂഹ് നബിയിട്ട് നിന്റെ ശിക്ഷ ഉണ്ടെങ്കിൽ ബറട്ട്. അപ്പൊ അള്ളാഹു തആല നൂഹ് നബി അലൈഹി സ്വലാം വിട്ടില്ല. കുറേ പിടിച്ച് ചൊന്നു കൊടുത്ത് ലാസ്റ്റ് അള്ളാഹു തആല നൂഹ് നബി അലൈഹി സ്വലാം 1-2 വർഷമല്ല 950 വർഷം. അപ്പൊ നൂഹ് നബി അലൈഹി സ്വലാമോട്ട് അള്ളാഹു തആല ചൊന്ന ഇങ്ങനെ ആരും വിശ്വസിക്കില്ല ഇത്തരം ആൾമാരെ. അപ്പൊ നൂഹ് നബി അലൈഹി സ്വലാം അള്ളാഹുടെ ദ്വാരം എന്ത് ഒറ്റ ഒരു കാഫിറുടെ അകവും ഭൂമിയുടെ മേലെ ബാക്കി വെക്കുക തീരാണ്. നൂഹ് നബി അലൈഹി സ്വലാം ദ്വാ എന്നിട്ടും അള്ളാഹു ആ ദ്വാരെ സ്വീകരിച്ച. നൂഹ് നബി അലൈഹി സ്വലാമിനെ അള്ളാഹു താല ചൊന്ന എന്നാ ഒരു കപ്പൽ നിർമ്മിക്കറു. അങ്ങനെ ജിബ്രീൽ അലൈഹി സ്വലാമായിട്ട് അതൊക്കെ ചൊന്നു കൊടുക്കണം. അങ്ങനെ നൂഹ് നബി അലൈഹി സ്വലാം ഒരു കപ്പലാക്കുക. 600 ಮೊಲಾയിട്ട് അതിൽ അകല. 600 ಮೊಲം ഒരു ಮೊಲಾൻ ചെന്നത് ഇത്തര ഇങ്ങനത്തേത് 600 ಮೊಲಾയിട്ട് അതിൽ അകല. പിന്നെ 1200 ಮೊലം ഉദ്ദ, 30 ಮೊലം പൊക്കം. അങ്ങനെ 3 തട്ടിലുള്ള ഒരു കപ്പലായിട്ട് മഹാനായ നൂഹ് നബി അലൈഹി സ്വലാം നിർമ്മിക്കേ. ജിബ്രീൽ അലൈഹി സ്വലാമായിട്ട് ചൊന്നു കൊടുക്കേ. അങ്ങനെ കപ്പൽ നിർമ്മിച്ചത്. അപ്പൊ 3 നിലയാക്കിയത് അടിയത്തെ തട്ടൊക്കെ മൃഗങ്ങൾക്കും, നടുവത്തെ തട്ട് മനുഷ്യന്മാർക്കും, മേലത്തെ തട്ട് പക്ഷികൾക്കും. അങ്ങനെ നൂഹ് നബി അലൈഹി സ്വലാം ഒരു പർവ്വതത്തിലായിട്ട് ഈ കപ്പൽ നിർമ്മിക്കല്. അപ്പോൾ അങ്ങ് തമാശ ആക്കിയാറ്. ഇത് തണ്ണിൽ പോണ്ടത് കണ്ടെങ്കിൽ കടലിറങ്ങലല്ലേ വേണ്ടേ, ഇത് ഗുഡനെത്തിൽ എങ്ങനെ? അപ്പൊ നൂഹ് നബി അലൈഹി സ്വലാം ചെന്ന് അത് ശിക്ഷ പറയുമ്പോ കാണാൻ. അങ്ങനെ നൂഹ് നബി അലൈഹി സ്വലാമിന്റെ കാലത്ത് ഒരു തൂഫാൻ വന്നു, ഒരു പ്രളയം വന്നു. തൂഫാൻ പണ്ട് ഭൂമി ഇടീക്ക തന്നിൽ മുങ്ങിപ്പോണ്ട്. എല്ലാവരും അണ്ട് അതിലോട് കൂടെ നശിഞ്ഞു പോണ്ടത്. അപ്പൊ നൂഹ് നബി അലൈഹി സ്വലാം കപ്പൽ നിർമ്മിച്ചിട്ട് നൂഹ് നബിക്ക് അള്ളാഹു സൂചന കൊടുത്ത അടുപ്പിൽ തണ്ണിപ്പൊട്ടി ബന്ധം കണ്ടെങ്കിൽ കപ്പൽ പത്തണം. അങ്ങനെ നൂഹ് നബിയെ കൊണ്ട് വിശ്വസിച്ച ആളുമാറും കപ്പൽ പത്തറാറ്. നൂഹ് നബി അലൈഹി സ്വലാം അടിയത്തെ തട്ടിലും മൃഗങ്ങളെ 10 വട്ടു. എല്ലാ മൃഗങ്ങളിൽ നിന്നും ഒരാണും ഒരു പെണ്ണും. മേലത്തെ തട്ടിലും പിന്നെ പ്രാണികൾ, ഇത് പക്ഷികളെ, പാരിപ്പണ്ടെങ്കിലത്തെ ജീവികൾ. അപ്പൊ അത് നൂഹ് നബി അലൈഹി സ്വലാമിനെ മോചിതത്തായിട്ട് അതിലെല്ലാം ആക്കി. പിന്നെ നൂഹ് നബി അലൈഹി സ്വലാം പിന്നെ തണ്ണി പറകു സുഖം. ഭൂമി പൊട്ടി തണ്ണി വേണ്ടി ആകാശത്തിൽ നിന്ന് മല കൊണ്ട് ഭയങ്കര മല കാത്തും മലയായിട്ട് ഭൂമി ഇടീക്ക തണ്ണി നിറഞ്ഞിട്ട്. അപ്പൊ ഇങ്ങെന്താക്കിയാറ് ഗുഡേക്കും കല്ലുകല്ല 10 നിന്റാറ്. 10 നിന്റെങ്കിലും പിന്നെയും തന്നെ മേല് വേണ്ടി. നൂഹ് നബിയെ കൊണ്ട് വിശ്വസിച്ചെങ്കിൽ 80 ആൾമാർ മാത്രം. 40 ആണിങ്ങോ 40 പെണ്ണിങ്ങോ. ബാക്കിയൊക്കെ നൂഹ് നബിയെ കൊണ്ട് നിഷേധിച്ച ആൾമാറായിട്ടുണ്ട്. 80 6 ആൾമാരില്ല. 80 കീഴ് 80. നൂഹ് നബിയെ കൊണ്ട് വിശ്വസിക്കാത്തതിൽ നൂഹ് നബി അലൈഹി സ്വലാമിന്റെ മോനിന്ന കനായനം ചെന്നിട്ട് ഈ തൂഫാൻ വന്നിട്ട് ഈ തണ്ണിങ്ങനെ ഇടീക്ക ഭൂമിയിൽ പൊങ്ങി നിൽക്കുന്ന നേരത്തിൽ ഈ തണ്ണി പറമ്പത്തേക്കും മോണ്ടി വിളിച്ചിട്ട് നാണ് മീന്തി രക്ഷപ്പെടുവേണ്ട ചെന്ന്. പിന്നെയും അതാ മേലെ തണ്ണി പറമ്പോ കപ്പൽ നേക്കുമ്പോ ഓന് അവിടെ മുങ്ങി ചാവുമ്പോ പടച്ചവനെ എൻ്റെ സന്തതികളെ നീ രക്ഷപ്പെടുത്തണം. അവനക്ക് ഈമാനില്ല, അതുകൊണ്ട് നിങ്ങളെ സന്തതിനോട് കൂട്ടില്ല. അതിൽ ചത്തുപോയ നൂഹ് നബി അലൈഹി സ്വലാമിന്റെ ഒരു 3. ബാക്കി സാമ്, ഹാമ്, യാഫീസ് 3 മക്കൾ ഇന്നത് അങ്ങ് കപ്പലുള്ളവർ. പിന്നെ വിശ്വസിച്ച മോമിനിയങ്ങൾ ടോട്ടൽ 80. അങ്ങനെ ഇടീക്ക തൂഫാൻ വന്ന് നൂഹ് നബി അലൈഹി സ്വലാമിന്റെ കാലത്ത് ജലപ്രളയം, എല്ലാവരും മുങ്ങിച്ചത്ത. ഈ കപ്പൽ പറ്റി 80 കുറെ നാൾ എന്തായിട്ട് എവിടെയും ഭൂമിയില്ല.
ഭൂമിയെല്ലാം മുങ്ങിട്ടായിട്ട് കാലി ഒരു കപ്പൽ മാത്രം നീക്കിക്കൊണ്ടുള്ള തന്നിയുടെ മേലെ ബാക്കിയെല്ലാം ചത്ത് നശിഞ്ഞു പോയിട്ട് ആ കപ്പൽ പിന്നെ തന്നിങ്ങനെ ആരി കൊറടിയായി ജൂതി ചൊല്ല പർവ്വതത്തിൽ ആ കപ്പൽ പോയിട്ട് ലാൻഡായി തുടങ്ങിയിട്ട് അവിടെ അങ്ങ് ഇരിഞ്ഞാൽ കണ്ട് എംബോലായിട്ട് അവിടെ ഇരിഞ്ഞിട്ട് പിന്നെ ജന്നാമത് മനുഷ്യവാസ ഭൂമിയിൽ ഉണ്ടാവും. ഈ എംബോലിൽ 40 ആണിങ്ങോ 40 പെണ്ണിങ്ങോ ചെന്നല്ലേ. ഇതിൽ നൂഹ് നബി അലൈഹിസ്സലാമുടെ 3 മക്കൾക്ക് മാത്രം പിന്നെ മക്കളുണ്ടായില്ല, ബാക്കി നിങ്ങൾക്ക് മക്കളുണ്ടായിട്ടില്ല. അപ്പൊ അതുകൊണ്ട് നൂഹ് നബി അലൈഹിസ്സലാമുടെ ചൊല്ല അൽ അബുത്താനി രണ്ടാമത്തെ ബാപ്പാണ്ടായിട്ട് നൂഹ് നബി അലൈഹിസ്സലാമുടെ കുറിച്ച് ചൊല്ല രണ്ടാമത്തെ ബാപ്പ ഭൂമി ഉറക്കിടീക്ക് കൽക്കിത്ത്. അപ്പൊ ഈ ഇങ്ങ മാത്ര അപ്പൊ ഇന്ന് ലോകത്ത് കണ്ട ആളുമാരൊക്കെ ഈ 3-4 മക്കളായിട്ട് സാമ് ഹാമ് യാഫിത്ത് ഇങ്ങനെ സന്തതിയായിട്ട് ഇണ്ട് ഭൂമുഖത്ത് കണ്ടേ. തൂഫാൻ വന്നൽ പിന്നെ നൂഹ് നബി അലൈഹിസ്സലാം 60 വർഷം ജീവിച്ചത്. 1050 വയസ്സായപ്പോയിട്ട് നൂഹ് നബി അലൈഹിസ്സലാം വഫാത്താവും. അപ്പോ നൂഹ് നബി അലൈഹിസ്സലാം അല്ല അബുത്താനി രണ്ടാമത്തെ ബാപ്പ എന്ന് പേര് കിട്ടുമല്ലോ. കാരണം അങ്ങനെ പിന്നെ ഉള്ളതൊക്കെ നൂഹ് നബി പിന്നത്തൊക്കെ നൂഹ് നബി അലൈഹിസ്സലാമുടെ മക്കളായിട്ട് കുറേ സൂറത്ത് ഹൂദിന് ആര് ചെന്നിട്ട് നൂഹ് നബി അലൈഹിസ്സലാമുടെ സംബന്ധിച്ച് അവിടെ ചൊന്നതൊക്കെ ഉണ്ട്. ഏതിനാണ് അതൊക്കെ ചൊന്നത് ഭയങ്കര ഇപ്പൊ യാറോളൂ വലഖദ് അർസൽനാ നൂഹൻ ഇലാ ഖൗമിഹി ഇന്നി ലക്കും നദീറും മുബീൻ അല്ലാ തഅബുദു ഇല്ലല്ലാഹ് ഇന്നി അഖാഫു അലൈക്കും അദാബ യൗമിൻ അലീം. അള്ളാഹുടെ ശിക്ഷ കൊണ്ട് അള്ളാഹുടെ ശിക്ഷരെ ഞാൻ നിങ്ങൾക്ക് പേടിപ്പാട്ടി ചൊല്ലേ, നിങ്ങൾ അള്ളാഹുക്ക് മാത്രം ഇബാദത്ത് ചെയ്യൂ. فقال الملأ الذين كفروا من قومه ما نراك إلا بشرا مثلنا. അപ്പൊ അങ്ങ് ചൊന്നത് ഞങ്ങളെ പോലത്തെ ഒരു മനുഷ്യായിട്ട് നിന്റെ ഞങ്ങൾ കാണ്ടേ. ഒമാ നറാക തബാക ഇല്ല الذين هم أراذلنا بادي الرأي وما نرى لكم علينا من فضل بل نظنكم كاذبين. നിങ്ങൾ ഞങ്ങളെ പോലത്തെ ഒരു മനുഷ്യൻ, നിങ്ങളൊക്കെ ശരി ഞങ്ങൾക്ക് എന്തോ ഒരു ശ്രേഷ്ഠത കണ്ടില്ല. അങ്ങ് ഞങ്ങളുടെ കൂട്ടത്തിൽ കീലായ ആൾമാരെ കാണ്ട് ഇങ്ങനെ ചൊന്ന ആ സംഭവം അത് വലിയ ചൊമ്മ ചൊല്ല്. സൂറത്ത് ഊദിൽ കുറെ അഭിഷേകം ചൊല്ലും, സൂറത്തുൽ അംബിയായിൽ ചൊല്ല്, സൂറത്തുൽ മുഅ്മിനൂനിൽ ചൊല്ല്, ചൊമ്മ ചൊല്ല്, സൂറത്തു ഷുറായിൽ ചൊല്ല്, സൂറത്തുൽ അൻകബൂത്തിൽ ചൊല്ല്. പല സൂറത്തുകളിലായിട്ട് നൂഹ് നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് അല്ലാഹു തആല വിവരിക്കുക. അപ്പോ ഒരുപാട് ദീനകമേനായി കഷ്ടം വന്ന നബിയായിട്ട് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം നൂഹ് നബി അലൈഹിസ്സലാമുടെ ആ കപ്പല് 150 വർഷം ഇന്തൊക്കെ ചരിത്രത്തിൽ കാണുന്നത്. 150 വർഷം തന്നിടെ 154 തന്നിടെ മേലെ 154 ആ കപ്പൽ ഇന്ത്. പിന്നെ അത് മക്കത്ത് വന്നിട്ട് മക്കത്തിൽ 44 കഅബയുമായി ചുറ്റുമുണ്ട്. പിന്നെ ആയിട്ട് ജൂതിയും ചില പർവ്വതത്തിൽ പോയത്. അപ്പൊ കഅബ ആ മക്ക ആ കഅബുള്ള പ്ലേസ് ഇപ്പൊ ഭൂമിയിൽ ഇരിക്ക തന്നെ പറഞ്ഞു എൻ്റെ ഏതും ബാക്കിയില്ല. അപ്പൊ ആ കപ്പൽ അവിടെ റൗണ്ട് ആയിട്ട് അപ്പൊ എന്നെ നൂഹ് നബി അലൈഹി സ്വലാം കാക്കിടെ കടത്തിത്ത് പോയിട്ട് തന്നെയെല്ലാം ഇതായിടാൻ നോക്കിയ. അപ്പൊ അതെന്തോ അവിടെ ചത്തതിരെ കണ്ടിട്ട് അത് തിന്നുകൊണ്ട് അവിടെ ബാക്കിയായിട്ട് ഏത് കാക്ക. പിന്നെ ആയിട്ട് മാടപ്രാവിടെ
ಅಪ್ಪ ಜೈತೂನ್ ಮರತಿ ಎಲೆಡೆ ಕೊಂಡು ಬಂತು ಅದರ ಕಾಲಿಂದಂತ ചേരുന്നത് അപ്പം നൂഹ് നബി അലൈഹി സ്വലാം കൊന്തേത്ത് ഇന്ന് തന്നെയല്ല ഇതായിട്ട് അങ്ങനെ ജൂതി ചൊല്ല പർവ്വതത്തിൽ കപ്പൽ എത്തയിട്ട് അവിടെ എന്തായിട്ട് സമാനീന എമ്പാലിന്നത് കൊണ്ട് ഈ സമാനീന എന്ന ഒരു പട്ടണമായിട്ട് ഇവിടെ അവിടെ ഉണ്ടായത്. പിന്നെ ಎಂಬೋ ಭಾಷೆ ಇತ್ತುಂಟು ರಜಬು 10 ഈ കപ്പൽ പത്തിയതുണ്ടും 154 കപ്പൽ സഞ്ചരിച്ചതുണ്ടും ജൂതിയും ചില പർവ്വതത്തിൽ പോയിട്ട് ഉറുത്തിങ്ങൾ ഉണ്ടെത്തുണ്ടും അവിടെ ഇരിഞ്ഞത് മുഹറമുടെ 10ാമത്തെ നാളുണ്ടൊക്കെ ചരിത്രത്തിൽ കണ്ടു. അപ്പൊ നൂഹ് നബി അലൈഹിസ്സലാമുടെ ചരിത്ര ഖുർആന്റെ പല ഭാഗങ്ങളിലായിട്ട് അല്ലാഹു തആല വിവരിച്ചു. ഉലുൽ അസ്മിൽപ്പെട്ട നബിയായിട്ട് നൂഹ് നബി. ഉലുൽ അസ്മി ചൊല്ലിൽ ഒരുപാട് ത്യാഗം സഹിച്ച നബിമാർ അതിൽപ്പെട്ട നബിയായിട്ട് നൂഹ് നബി അലൈഹിസ്സലാം. അല്ലാഹു തആല അങ്ങനെയൊക്കെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾ അല്ലാഹു ദുനിയാവും ആഖിറവും വിജയത്തിലാക്കി തരട്ടെ, സജ്ജനങ്ങളിൽ പെടുത്തട്ടെ. ദുആ വസിയത്തോടു കൂടെ ഇൻഷാ അല്ലാഹ് അടുത്ത നബിയെ സംബന്ധിച്ച് ഇന്നത്തെ ക്ലാസ്സിൽ വിവരിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.